പഞ്ചായത്ത് മെമ്പർ, ഒരു BJPയുടെ പഞ്ചായത്ത് അംഗമാണ് ഈ സുജന്യ ഗോപി. ATM കാർഡ് കിട്ടുന്നു, ആ പണം ആ കാർഡിന്റെ പിൻ നമ്പർ ഉപയോഗിച്ച് പണം തട്ടുന്നു. ഒരു മനസാക്ഷി കുറ്റം തോന്നിയിട്ടുണ്ടാവില്ലല്ലോ അല്ലേ സുജന്യക്ക്? അതൊന്നും എനിക്കറിയാം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും. എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം. കളഞ്ഞു കിട്ടിയ ATM കാർഡ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവിതത്തിലെ വലിയ സമ്പത്തുമായിട്ട് അയാൾ പോകുമ്പോൾ, അല്ലെങ്കിൽ ചെറിയ സമ്പാദ്യമൊക്കെ ആയിട്ട് പോകുമ്പോൾ അതിൽ നിന്നൊക്കെ പിൻവലിക്കാൻ വേണ്ടിയിട്ടേക്കുന്ന പൈസ ആയിരിക്കില്ലേ? അയ്യോ, എന്റെ പേഴ്സണാലിറ്റി കണ്ടറിഞ്ഞു. ഞാനൊരു പോക്കറ്റ് അടിക്കാരനല്ലെന്ന്. കർത്താവാണ്, മാതാവാണ്, സകല പുണ്യാളന്മാരാണ് സത്യം. ഞാൻ ആരും ഇന്നുവരെ മോട്ടിച്ചിട്ടില്ല. BJPയുടെ ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുജന്യ ഗോപിയാണ് അറസ്റ്റിലായത്. പലപ്പോഴും ആ ATM കാർഡ് ഉപയോഗിക്കാൻ പ്രായമായവർക്ക് അറിയില്ല. അവരുടെ പണമാണ് തട്ടിയത്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ആലപ്പുഴയിലാണ് സംഭവം. കളഞ്ഞു കിട്ടിയ ATM കാർഡിൽ നിന്ന് പണം തട്ടിയത് ഒരു പഞ്ചായത്ത് മെമ്പറാണ് എന്നുള്ളതാണ് കാര്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനുള്ള കാശ് ഏത് രൂപത്തിൽ കണ്ടാലും നമ്മൾ എടുക്കണം. വാടാർമംഗലം സ്വദേശി വിനോദ് എബ്രഹാമിന്റെ കാർഡാണ് നഷ്ടപ്പെട്ടത്. കാർഡിന് പിന്നിൽ എഴുതി വെച്ച പിൻ നമ്പർ ഉപയോഗിച്ചാണ് സുജന്യ പണം പിൻവലിച്ചത്. അത് നമ്മുടെ പ്രോവിഡന്റ് ഫണ്ട് ആണോ, അച്ഛന്റെ പേഴ്സ് ആണോ, പറമ്പിലെ തേങ്ങയാണെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. വിവിധ ATM കൗണ്ടറുകളിൽ നിന്നായി 25,000 രൂപയാണ് സുജന്യ കട്ടത്. മറന്നു പോകാതിരിക്കാൻ വേണ്ടിയായിരുന്നു വിനോദ് കുമാർ അങ്ങനെ പിൻ നമ്പർ ഈ ATM കാർഡിന് പുറകിൽ എഴുതി വെച്ചത്. അങ്ങനെ കളഞ്ഞുപോയ പേഴ്സ് കിട്ടുന്നത് സലീഷ് മോൻ എന്ന ഓട്ടോ ഡ്രൈവർക്കാണ്. സലീഷ് മോൻ ചെങ്ങന്നൂർ സ്വദേശിയാണ്. ആദ്യം കണ്ട പിച്ചിരി പഴയാണെന്ന് തോന്നിയെങ്കിലും നീ ഒരു സ്നേഹമുള്ളവനാണെന്ന് ഇപ്പൊ മനസ്സിലായി. സലീഷ് മോനാണ് വിവരം ഇത്തരത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ സുജന്യ ഗോപിയെ അറിയിക്കുന്നത്. അങ്ങനെ ഒറ്റ മോളേ ഉള്ളൂ, 14-ാം തീയതി ഈ ATM-ഉം പേഴ്സും ഉൾപ്പെടെ ഇവർക്ക് കിട്ടുന്നു. 15-ാം തീയതിയാണ് സുജന്യ ഗോപിയും സലീഷ് മോനും വിവിധ ATM കൗണ്ടറുകളിൽ നിന്ന് ഇത്തരത്തിൽ 25,000 രൂപയോളം പിൻവലിച്ചത്. അതായത് ഇതല്ലാതെ വേറെ ഒരു മാർഗമില്ല. മാന്നാർ, ബുധനൂർ, പാണ്ടനാട് തുടങ്ങിയ ATM കൗണ്ടറുകളിൽ പോയി ഇങ്ങനെ ഇരുചക്ര വാഹനങ്ങളിൽ ഇരുവരും ഹെൽമറ്റൊക്കെ ഇട്ട് പോയ ശേഷം അവിടെ നിന്നാണ് ഇങ്ങനെ വിവിധ ATM കൗണ്ടറുകളിലായി പണം പിൻവലിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ സംരക്ഷിക്കാൻ, ജനങ്ങളുടെ സ്വത്തും ജീവനും സ്വൈര ജീവിതവും സംരക്ഷിച്ച് പിടിക്കാൻ, അതാണ് പോലീസ്. പണം പിൻവലിച്ച ആളെ ഇത്തരത്തിൽ CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പണം പിൻവലിച്ചത് ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ സുജന്യ ഗോപിയും കൂട്ടാളിയുമാണ് പണം പിൻവലിച്ചതെന്ന് കണ്ടെത്തുന്നത്. ഞാൻ തന്നെ അടിപൊളി. ഇത്തരത്തിൽ കളഞ്ഞു കിട്ടിയ ATM കാർഡ് ഉപയോഗിച്ച് പണം തട്ടിയ ആളെ എങ്ങനെ ഇത്തരം ഒരു പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നിർത്തും, അവർ ഏതെല്ലാം തരത്തിൽ അഴിമതി കളിക്കാൻ സാധ്യതയുണ്ടെന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഇതിനകം ഉയരുന്നുണ്ട്. കുറ്റബോധമില്ലാത്ത മനുഷ്യരാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ അപകടകാരികൾ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ATM കാർഡ് കളഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ ആ ATM കാർഡ് ഉപയോഗിച്ച് പണം അടിച്ചു മാറ്റുന്നത് ഒരു പഞ്ചായത്ത് അംഗമാണ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം. ബുദ്ധി നിങ്ങൾക്ക് കുറവാണെന്നറിയാം. എന്നാര് പറഞ്ഞു? അതുകൊണ്ടാണല്ലോ ഈ പണിക്ക് വന്നത്. ഇവർക്കൊന്നും ഒരു നാണവും ഇല്ലേ എന്ന് നമുക്ക് ചോദിക്കാനുള്ളൂ. ഇവരെയൊക്കെ വിശ്വസിച്ച് ഭരണമേൽപ്പിച്ച ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്.